ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വന്നത് കപ്പ കൊണ്ട് വടയാണ്. അതിന് ഈ കപ്പ നന്നായിട്ട് തൊലി കളഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. പിന്നെ കറിവേപ്പില വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. പച്ചമുളക് ഒരെണ്ണം എരിയുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്, 2 എണ്ണം എരിയില്ലാത്ത. ചൂടായതുകൊണ്ട് എരി കുറച്ചാണ് ഇടുന്നത്. ഇനി നമുക്ക് ഈ കപ്പ ഞാൻ വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കപ്പ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം 2 സവാള എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ഇത് ഞാൻ ഈ കപ്പ തോല് കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള നാരെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ കഴുകിയിടാം. നമുക്കിനി ഇത് അടുപ്പ് കത്തിച്ച് കപ്പ വേവിച്ചെടുക്കാം. കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കപ്പ ഏകദേശം വേകാറായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ കിടന്നിട്ട് നമുക്ക് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തണിയാൻ വയ്ക്കാം. എന്നിട്ട് ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കപ്പ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, സവാള നീളത്തിന് അരിഞ്ഞത് 2 എണ്ണം മീഡിയം. ഞാൻ കപ്പ ഒരു 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിൽ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിരുന്ന്, അതുകൊണ്ട് അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മുടെ കപ്പ വടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെക്കണം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലിട്ട് കൊടുക്കും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ വട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കപ്പ കൊണ്ട് ഉഴുന്ന് വട ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിരിക്കണം. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.